ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുമാരകോവിലാണ് കേട്ടോ. തമിഴ്നാട് തക്കലൈ ഭാഗത്തുള്ള കുമാരകോവിൽ എന്ന് പറഞ്ഞ മുരുകക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ആ മുരുകക്ഷേത്രത്തിലെ ആ ചുറ്റുപാടുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. നമ്മുടെ ഈ കുമാരകോവിൽ സ്ഥിതി ചെയ്യുന്നത് കേരള തമിഴ്നാട് അതിർത്തിയുള്ള തക്കലൈ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ കുമാരകോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 55 കിലോമീറ്റർ ദൂരമാണ് ഏകദേശം ഈ കുമാരകോവിൽ ക്ഷേത്രം വരെ വരാൻ വേണ്ടി വരുന്നത്. പിന്നെ നമുക്ക് ഈ കോവിലിൽ വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് സൈഡിലും നമുക്ക് എൻട്രൻസ് ഉണ്ട്. ഈ കുറേ പടിക്കെട്ടുകൾ കയറി വേണം ഒരു സൈഡിലെ എൻട്രൻസിൽ നമുക്ക് കോവിലിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ഇതിൻ്റെ മറു സൈഡിൽ നമുക്ക് കയറി വരാൻ എൻട്രൻസ് ഉണ്ട്. നമുക്ക് ഈ എൻട്രൻസിലൂടെ കയറി കാണുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ നമ്മുടെ കോവിലിലേക്ക് വലിയ തിരക്കില്ലായിരുന്നു ചെന്ന സമയത്ത്. കാരണം അതിൻ്റെ ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം അവിടെ പുഷ്പാഭിഷേകം നടക്കുകയായിരുന്നു. അതിൻ്റേതായ കുറേ മേളങ്ങളെല്ലാം നമുക്ക് കാണാം. പൂക്കളെല്ലാം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കുമാരസ്വാമിയെ വള്ളി മണവാളൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കാരണം നാഞ്ചി നാട്ടിലെ കുറുവ രാജാവായിരുന്ന നാഞ്ചിലിൻ്റെ പുത്രിയായിരുന്ന വള്ളി ദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന സുബ്രഹ്മണ്യ സ്വാമി അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ടാണ് വേളിമലയിലെത്തിയെന്നാണ് വേറൊരു ഐതിഹ്യമുള്ളത്. ഈ ക്ഷേത്രത്തിൽ തന്നെ വള്ളി ദേവിയുമായുള്ള വിവാഹത്തിന് സഹായിച്ച കല്യാണ വിനായകരുടെ രൂപവും ഇവിടെ തന്നെ ഉണ്ട് ഈ ക്ഷേത്രത്തിൽ തന്നെ. അതിനവിടെ കല്യാണ ഗണപതിയായും ആ ഒരു വിഗ്രഹം അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളെന്ന് പറയുന്നത് വൈകാശി വിശാഖം, തൈപ്പൂയം, സ്കന്ദഷഷ്ഠി എന്നീ ആഘോഷങ്ങൾ ഇവിടെ വളരെ പ്രാധാന്യത്തോടെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ കുമാരകോവിൽ. പിന്നെ എല്ലാ വെള്ളിയാഴ്ച തോറും കുമാരസ്വാമിക്ക് കാവടി അർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടെ ഇവിടെ ഉണ്ട്. പിന്നെയുള്ളത് തമിഴ് മാസമായ പങ്കുനിയിലെ അനുരാധ നക്ഷത്രത്തിലാണ് കുമാരകോവിൽ 7 ദിവസത്തെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. ഇവിടെ നിന്ന് കുമാരസ്വാമിയെ ആനയിച്ച് 2 കിലോമീറ്റർ അകലെയുള്ള തിരുക്കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് വലിയ ഘോഷയാത്ര ആയിട്ടാണ് തിരിച്ച് രാത്രി കല്യാണമൊക്കെ കഴിഞ്ഞ് കുമാരസ്വാമി തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നത്. പിന്നെ നമ്മുടെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് നവരാത്രി വിഗ്രഹങ്ങൾ എഴുന്നള്ളത്തുണ്ട്. ആ വിഗ്രഹങ്ങളിലൊന്ന് വേളിമല കുമാരസ്വാമിയും ഇവിടെയുള്ള ആ ഒരു മുരുകൻ്റെ പ്രതിഷ്ഠ തന്നെയാണ് അവിടെ കൊണ്ടുവരുന്നത്. പിന്നെ 300 നങ്കയും തേവാരക്കൊട്ടിൽ സരസ്വതി, ഇങ്ങനെ 3 വിഗ്രഹങ്ങളാണ് പ്രധാനമായും ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളുന്നത്. പിന്നെ ഇവിടെ പ്രസാദമായിട്ട് നമുക്ക് കിട്ടുന്നത് പഞ്ചാമൃതവും ലഡു അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് പ്രസാദമായിട്ട് തരുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് പിന്നെ വേറെയും ഉപദേവതകളുടെ ക്ഷേത്രങ്ങൾ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ക്ഷേത്രത്തിലേക്ക് അകത്തേക്ക് വരാനുള്ള വേറൊരു വഴി എന്ന് പറയുന്നത്. നമ്മുടെ മറ്റേ വലിയ പടിക്കെട്ടുകൾ കയറാതെ തന്നെ കുറച്ച് ചെറിയ പടിക്കെട്ടുകൾ കയറി നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ഈ വഴി നമുക്ക് അകത്തേക്ക് വരാൻ പറ്റും. ഇവിടെ ശരിക്കും ബസ് ഈ ഭാഗം വരെ വരുന്നുണ്ട്. തമിഴ്നാട് കോർപ്പറേഷൻ്റെ ബസ് ഇവിടം വരെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ബസ് ഇറങ്ങിയിട്ട് നമുക്ക് നടന്ന് ഈ ക്ഷേത്രത്തിലേക്ക് കയറാൻ പറ്റും. കാരണം വളരെ ഒരു ചരിഞ്ഞൊരു ഇതാണ്, ഒരുപാട് പടിക്കെട്ടുകളൊന്നുമില്ല. മറ്റത് വലിയൊരു പടിക്കെട്ടുകൾ കയറി വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരാനുള്ളത്.
ഇനി നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് ആ പടിക്കെട്ടുകളിൽ നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ. താഴെ നേരെ കാണുന്നതാണ് മുടിയെല്ലാം എടുക്കുന്ന സ്ഥലമാണ്. നേരെ കാണാം. നമുക്ക് അവിടെയൊക്കെ പോയി ഒന്ന് കാണാം അവിടെയൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഈ ക്ഷേത്ര പരിസരത്തായി തന്നെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളുണ്ട്. പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ, അതായത് കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് പല വെറൈറ്റിയിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളാണ് കേട്ടോ. കണ്ടോ, ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇതൊക്കെ പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ്. പിന്നെ ഈ ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഒരു നാഗരുടെ പ്രതിഷ്ഠയുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഒരു ഗണപതിയുടെ പ്രതിഷ്ഠയുള്ളത്. ഈ പടിക്കെട്ടുകളൊക്കെ ഇറങ്ങി താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ ഗണപതിയുടെ പ്രതിഷ്ഠ. ചുറ്റും വെള്ളം എല്ലാം തടാകമായതിൽ ഒരു ഗണപതിയുടെ അമ്പലമാണ് ചെറുത്. നമുക്കിതിൽ സ്വന്തം നമ്മൾ വാങ്ങുന്ന പൂ നമ്മൾ തന്നെ അവിടെ കൊണ്ടിട്ട് ഭഗവാന് ചാർത്താൻ പറ്റും. അല്ല, വളരെ മനോഹരമായ ഒരു സ്ഥലവും തന്നെയാണ് ഈ ഗണപതി അമ്പലം ഇരിക്കുന്ന ആ പ്രദേശവും ചുറ്റുപാടുകളും എല്ലാം. വരുന്ന എല്ലാവരും ഈ ഗണപതി അമ്പലത്തിലേക്ക് വരാറുണ്ട്. അവിടെ വന്ന് തൊഴുത് അവർക്ക് അവിടെ കറുകമാലയും വാങ്ങി ഇട്ടതിന് ശേഷമാണ് അവർ തിരിച്ചു പോകാറുള്ളത്. കാരണം എന്തൊരു നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഗണപതി അമ്പലം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം എന്ന് പറയുന്നത്. 3 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു പ്രദേശം. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ അടുത്തായി നേരെ പോകുന്നത് നമ്മുടെ തലയെല്ലാം മുട്ടയടിക്കുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ, നേർച്ചയ്ക്ക് വേണ്ടി. ഈ ഒരു മണ്ഡപത്തിലാണ് കേട്ടോ ആ തല മുട്ടയടിക്കുന്നത്. മുട്ടയടിച്ചതിന് ശേഷമുള്ള കുട്ടികൾക്ക് ചൂടുവെള്ളമാണെങ്കിൽ അത് ഈ മണ്ഡപത്തിന്റെ പുറകുവശത്ത് കിട്ടും. അവർക്ക് കുളിപ്പിച്ചു കൊടുക്കാനുള്ള അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ സ്ഥലത്തുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുമാരകോവിലൊക്കെ തൊഴുതു. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് നേരെ കന്യാകുമാരിയിലേക്കാണ് യാത്ര. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കന്യാകുമാരിയും ആ പരിസരവും എല്ലാം കാണാം. അതുവരെ ബൈ.